ന്യൂസ് 16 കേരള. ദുബായിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്ത്യക്കാരി അറസ്റ്റിൽ. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. ദുബായിൽ ജോലിക്കായി പോയ 24 വയസ്സുകാരി മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റിൽ. ഹൈദരാബാദിലെ കിഷൻ ബാഗിലെ കൊണ്ടാറെഡ്ഡി ഗുണ്ട സ്വദേശിനിയായ അമീന ബീഗമാണ് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത്. ഒരു പ്രാദേശിക ട്രാവൽ ഏജന്റ് ബ്യൂട്ടി പാർലറിൽ ജോലി വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് മെയ് 18-നാണ് അമീന ദുബായിലേക്ക് തിരിച്ചത്. അമീന കൊണ്ടുപോയ ബാഗിൽ മയക്കുമരുന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായി എന്നാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന് അമീനയുടെ അമ്മ സുൽത്താന ബീഗം അയച്ച കത്തിൽ പറയുന്നത്. ബാഗിനുള്ളിലെ മയക്കുമരുന്നിനെ കുറിച്ച് അമീനയ്ക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും ദുബായിൽ ഒരാൾക്ക് കൈമാറാനാണ് ആവശ്യപ്പെട്ടിരുന്നതെന്നും അമ്മ പറയുന്നു. ജയിലിൽ നിന്ന് വിളിച്ച് അമീന താൻ നിരപരാധിയാണെന്ന് പറഞ്ഞതായും അമ്മ കൂട്ടിച്ചേർത്തു. മകളെ സുരക്ഷിതയായി തിരികെ കൊണ്ടുവരാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര സഹായം തേടി മാതാവ് അപേക്ഷ നൽകിയിട്ടുണ്ട്. കുടുംബം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയെയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്ററിനെയും സമീപിച്ചിട്ടുണ്ട്. നിയമസഹായവും വേഗത്തിലുള്ള നടപടികളും വഴിയുള്ള അമീനയുടെ മോചനമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കത്തിൽ അമീനയുടെ 5 വയസ്സുകാരനായ മകൻ മുഹമ്മദ് സീഷാന്റെ ആരോഗ്യനിലയെക്കുറിച്ചും കുടുംബം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കുട്ടിക്ക് അസുഖം വന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമീനയെ മയക്കുമരുന്ന് കടത്തുകാരിയായി ഉപയോഗിച്ചതാകാമെന്ന് കുടുംബം വിശ്വസിക്കുന്നു. ജോലി വാഗ്ദാനം ചെയ്ത പ്രാദേശിക ഏജന്റിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.